ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അതിൽ ഓരോ എറേഴ്സ് എങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ എന്താണ്, നമ്മളത് തിരുത്തുകയാണ്. അപ്പോൾ ആ ഒരു മിസ്റ്റേക്കുകൾ വരുമ്പോൾ എങ്ങനെ തിരുത്തണം എന്ന് ഒരുപാട് കൺഫ്യൂഷനുള്ള ആളുകളുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ആ ട്രയൽ ബാലൻസിൽ തന്നെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഈ ഒരു റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കണം. A+ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ജേർണൽ എൻട്രി എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ആ ജേർണൽ എൻട്രി എങ്ങനെ എഴുതണം എന്നുള്ളത് നോക്കാം. ഗിവ് ജേർണൽ എൻട്രീസ് ടു റെക്ടിഫൈ ദി ഫോളോയിങ് എറേഴ്സ്. ക്രെഡിറ്റ് സെയിൽസ് ടു റഹീം 8,000 വെർ പോസ്റ്റഡ് ഇൻ ടു രാധാസ് അക്കൗണ്ട്. റഹീമിന് നമ്മൾ കടത്തിന് കൊടുത്തതാണ്, കടത്തിന് സെയിൽസ് വന്നു, ക്രെഡിറ്റ് സെയിൽ 8,000 രൂപയുടെ വന്നു, അത് പോസ്റ്റ് ചെയ്തത് രാധയുടെ അക്കൗണ്ടിലാണ്. ഇതിനെ ഇനി എങ്ങനെ നമ്മൾ റെക്ടിഫൈ ചെയ്യും? അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അത് പറഞ്ഞതിന് മുന്നേ നമ്മൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. +1 സ്റ്റുഡൻസിനും +2 സ്റ്റുഡൻസിനും വെറും ഒരു സബ്ജക്റ്റിന് 199 പേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ആകാം. ഈ ടോപ്പിക്കുകളെല്ലാം അവിടെ നല്ല എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഫുൾ നെയിം, ഡിസ്ട്രിക്റ്റ്, +1 ആണോ +2 ആണോ എന്നുള്ളത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ നോക്കാം. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ടു റഹീം. അപ്പം നമ്മളിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അവർ വന്നിട്ടുള്ള തെറ്റായിട്ടുള്ള എൻട്രി എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പറഞ്ഞാൽ തെറ്റായിട്ടുള്ള ആദ്യം എഴുതുന്നതിന് മുന്നേ നമുക്ക് ആദ്യം തന്നെ ശരിയായിട്ട് എങ്ങനെയായിരുന്നു വരേണ്ടത് നോക്കാം. കറക്റ്റ് എൻട്രി ഏതായിരുന്നു വരേണ്ടതെന്ന് ആദ്യം നമ്മൾ എഴുതാം. കറക്റ്റ് എൻട്രി വരേണ്ടിയിരുന്നത് ഏതാണെന്ന് നോക്കണം. അതിനുശേഷം തെറ്റായിട്ട് നമ്മൾ എന്താണ് എഴുതി വച്ചതെന്ന് നോക്കണം. റോങ് എൻട്രി ഏതാണെന്ന് നോക്കണം. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ റെക്ടിഫിക്കേഷൻ എൻട്രി നമ്മൾ എഴുതേണ്ടത്. റെക്ടിഫിക്കേഷൻ എൻട്രി. അപ്പോൾ കറക്റ്റ് എൻട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് ടു റഹീമിന് കടത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ സെയിൽസ് ആണല്ലോ, ടു സെയിൽസ് വരും. റഹീമിനായതുകൊണ്ട് റഹീം അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ ജേർണൽ എൻട്രി വരേണ്ടിയിരുന്നത്. ഇനി തെറ്റിയത് എങ്ങനെയാ? രാധയുടെ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. രാധ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. രാധ ടു സെയിൽസ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്, ശരിയായിട്ട് വന്നത് റഹീം ടു സെയിൽസ് എന്നായിരുന്നു. ഇനി നമ്മൾ ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി കൊടുക്കാൻ പോവാം. അപ്പം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്തെ രണ്ടിലും ഈ ഭാഗം ശരിയാണ് അല്ലേ? രണ്ടിലും ടു സെയിൽസ് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അതിനെ ഒന്നും തിരുത്തൊന്നും എഴുതൊന്നും വേണ്ട, അത് ഓക്കെ. ഇനി ഇവിടെ കറക്റ്റ് എൻട്രിയിൽ എന്താ വരണ്ടേ? ഇനി ഈ പോർഷൻ വന്നിട്ടില്ല അല്ലെ, റഹീം അക്കൗണ്ട് എന്ന് വന്നിട്ടില്ല. അപ്പോൾ അതെന്തായാലും വരണമല്ലോ. അപ്പോൾ അത് നമ്മൾ എഴുതാം, റഹീം അക്കൗണ്ട് ഡെറ്റർ. ഇനി ഇവിടെ തെറ്റായിട്ട് നമ്മൾ എന്താ എഴുതി വെച്ചത്? രാധേനെ ഡെബിറ്റ് ചെയ്ത് വെച്ചു. ഒരു കാര്യം തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതെയാക്കാൻ വേണ്ടി അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. അപ്പോൾ രാധേനെ ഇവിടെ തെറ്റായിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ചത് രാധേനെ തിരിച്ച് ക്രെഡിറ്റ് ചെയ്താൽ മതി. റഹീം അക്കൗണ്ട് ഡെറ്റർ ടു രാധ അക്കൗണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എൻട്രി അവിടെ കറക്റ്റായി. സെയിൽസിന് സെയിൽസ് വന്നു, റഹീമിനെ ഡെബിറ്റ് ചെയ്യണമായിരുന്നു, റഹീമിനെ ഡെബിറ്റ് ചെയ്തു, അറിയാതെ ഡെബിറ്റ് ചെയ്ത് രാധേനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, പരിപാടി കഴിഞ്ഞു. സോ റെക്ടിഫിക്കേഷൻ എൻട്രി ഇതാണ്, റഹീം അക്കൗണ്ട് ഡെറ്റർ ടു രാധ അക്കൗണ്ട് ആണ് നമ്മുടെ ഇവിടുത്തെ റെക്ടിഫിക്കേഷൻ എൻട്രി. അത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നോക്കി, ഇതേപോലെ ആദ്യം ശരി എഴുതാം, പിന്നെ തെറ്റിയത് എഴുതാം, എന്നിട്ട് ശരിയാക്കി എഴുതാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗോപൻ 5,000. ഗോപന്റെ കയ്യിൽ നിന്ന് 5,000 കിട്ടി, പക്ഷേ അത് ഗോപകുമാറിന്റെ അക്കൗണ്ടിൽ എഴുതി വെച്ചു എന്നാ പറയുന്നത്. എന്താ പാടല്ലേ? ഗോപനെ എഴുതേണ്ടതിന് പകരം ഗോപകുമാറിന്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയി എഴുതി വെച്ചു. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് എഴുതാം. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗോപന്റെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷിന് നമ്മൾ എന്താ ചെയ്യുക? ഡെബിറ്റാ ചെയ്യുക. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോപൻ അക്കൗണ്ട് എന്നാണ് ശരിയായിട്ട് വരേണ്ടിയിരുന്ന എൻട്രി. ഓക്കെ,
ഇനി റോങ്, നമുക്ക് തെറ്റിയത് എങ്ങനെയാന്ന് നോക്കാം. റോങ് എൻട്രി എന്താണ്? ഗോപകുമാറിന്റെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് ക്രെഡിറ്റ് ചെയ്തു എന്നാ പറയുന്നത്. അതായത് ടു ഗോപകുമാർ എന്ന് എഴുതി എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് അങ്ങനെ തന്നെ, ക്രെഡിറ്റ് ചെയ്തതാണ് മാറിപ്പോയത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോപകുമാർ എന്നാണ് തെറ്റിച്ച് എഴുതി വച്ചിരിക്കുന്നത്. ഇനി രണ്ട് എൻട്രിയും കൂടി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ രണ്ടിലെയും ഡെബിറ്റ് കറക്റ്റ് അല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്നുള്ളത് രണ്ട് സ്ഥലത്തും കറക്റ്റ് ആണ്. അപ്പോൾ അതിനെ എഴുതണ്ട, അത് അവിടെ നിൽക്കട്ടെ. പിന്നെ കറക്റ്റ് എൻട്രിയിൽ ഈ പോർഷൻ വന്നിട്ടില്ല, അത് വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ടു ഗോപൻ എന്ന് എഴുതി. ഇനി റോങ് എൻട്രി നോക്കിയാൽ റോങ്ങില് ടു ഗോപകുമാർ എന്ന് നമ്മൾ അറിയാതെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അറിയാതെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചത് ഇല്ലാതെയാകാൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്താൽ മതി അതിനെ. അപ്പൊ എൻട്രി എങ്ങനെ വരും? ഗോപകുമാർ അക്കൗണ്ട് ഡെറ്റർ ടു ഗോപൻ എന്ന് വരും നമ്മുടെ ജേർണൽ എൻട്രി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സെയിൽസ് ബുക്ക് വാസ് അണ്ടർ കാസ്റ്റ് ബൈ 3000. അതായത് സെയിൽസ് ബുക്കിൽ ഒരു 3000 രൂപ കുറഞ്ഞാൽ നിൽക്കുന്നതെന്ന്. വേറെ എൻട്രിയിലല്ല, അവിടെ അങ്ങനെ പ്രശ്നം വന്നതല്ല, 2 സൈഡഡ് എറർ അല്ല അത്. സെയിൽസ് ബുക്കിൽ 3000 രൂപ കുറഞ്ഞു നിൽക്കുക, ബാക്കി ബുക്കുകളിലൊക്കെ കറക്റ്റാ. അപ്പോൾ സെയിൽസ് ബുക്കിൽ 3000 കൂട്ടണമെങ്കിൽ സെയിൽസിന് എന്ത് ചെയ്താൽ മതി? ടു സെയിൽസ് എന്ന് പറഞ്ഞ് 3000 എഴുതി വെച്ചാൽ മതി. 3000 വന്നല്ലോ. പക്ഷെ ഒരു ഡെബിറ്റ് ഇല്ലാതെ ഒരു ക്രെഡിറ്റ് നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ, ഒരു ജേർണൽ എൻട്രി പൂർത്തിയാവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വെറുതെ ആ ബാക്കി 3000 എന്തിലേക്ക് മാറ്റിയാൽ മതി? സസ്പെൻസ് അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ ജേർണൽ എൻട്രി എന്ത് വരും? സസ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ 3000 ടു സെയിൽസ് 3000 എന്ന് വരും നമ്മുടെ ആ ഒരു ജേർണൽ എൻട്രി. ഓക്കെ, ഇനി നാലാമത്തെ നോക്കി. വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിക്കുന്ന സമയത്ത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വേജ് കൊടുത്തു. ശരിക്കും അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേജ് ഒക്കെ കൊടുത്താൽ അത് ശരിക്കും ആ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ കൂടെ നമ്മൾ എഴുതാം. വേജ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് എഴുതില്ല. പക്ഷെ ഇയാൾക്ക് പ്രിൻസിപ്പിൾസ് അറിയില്ലാത്തത് കൊണ്ട് അയാൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റി. അയാൾ എന്ത് ചെയ്തു? അത് വേജസ് അക്കൗണ്ടിലേക്ക് എഴുതി വെച്ചു. അപ്പോൾ കറക്റ്റ് എൻട്രി എങ്ങനെയായിരുന്നു വരേണ്ടതെന്ന് നോക്കാം. വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എഴുതുന്ന ജേർണൽ എൻട്രി ഉണ്ടല്ലോ, അത് തന്നെ എഴുതണ്ടേ. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയതാണ്. അപ്പോൾ ടു ക്യാഷ് പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങിച്ചു, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് നമ്മുടെ ജേർണൽ എൻട്രി വരേണ്ടിയിരുന്നത്. അതിന് പകരം എന്ത് പറ്റി? പ്ലാന്റ് എന്നല്ല അയാൾ എഴുതിയത്, ഡെബിറ്റ് ചെയ്തത് വേജസ് അക്കൗണ്ടിലാണ്. അയാൾ എഴുതി വെച്ചത് വേജസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതി വെച്ചേ. അപ്പോൾ എങ്ങനെ നമുക്കിത് റെക്ടിഫൈ ചെയ്യാം? ടു ക്യാഷ് രണ്ട് ഭാഗത്തും കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റായിട്ട് വരേണ്ടിയിരുന്നത് പ്ലാന്റ് ആണ്. അപ്പോൾ എന്ത് വരും? പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ. ദെൻ ഇനി മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത് എന്താ? വേജ് എന്ന് പറഞ്ഞാൽ അറിയാതെ ഡെബിറ്റ് ചെയ്തു. അറിയാതെ ഡെബിറ്റ് ചെയ്തതിനെ ക്യാൻസൽ ചെയ്യാൻ അറിയാതെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെ ക്രെഡിറ്റ് ചെയ്താൽ മതി. സോ പ്ലാന്റ് അക്കൗണ്ട് ഡെറ്റർ ടു വേജസ് എന്നാണ് അവിടെ റെക്ടിഫിക്കേഷൻ എൻട്രി വരാം. ഓക്കെ, ഇനി അടുത്തത് നോക്കി. പർച്ചേസ് ഓഫ് മെഷീനറി 8000. 8000 രൂപ കൊടുത്ത് മെഷീനറി വാങ്ങിച്ചു, അത് അറിയാതെ പർച്ചേസ് ബുക്കിലേക്ക് എഴുതി വെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് എൻട്രി എന്ത് വരണം? മെഷീനറി പർച്ചേസ് ചെയ്താൽ നമ്മുടെ ജേർണൽ എൻട്രി വരുന്നത് എന്താ? മെഷീനറി വാങ്ങിച്ചാൽ നമ്മൾ എന്തെന്ന് എഴുതും? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതാം. അങ്ങനെയാണ് എഴുതാം. അപ്പോൾ റോങ് ആയിട്ട് പറ്റിയത് എന്താ? പർച്ചേസ് ബുക്കിൽ എഴുതി. പർച്ചേസ് ബുക്കിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെ എഴുതി, പർച്ചേസസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അപ്പോൾ ഇതിനെ റെക്ടിഫൈ ചെയ്യണ്ടേ? റെക്ടിഫൈ ചെയ്യുമ്പോൾ അടിയിലത്തെ ടു ക്യാഷ് രണ്ടിലും സെയിം ആണ്. അപ്പോൾ അത് മാറ്റണ്ട. കറക്റ്റായിട്ട് വരേണ്ടത് എന്താണ്? മെഷീനറി എന്ന് വരണം. അപ്പോൾ എന്താ? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? അറിയാതെ ഡെബിറ്റ് ചെയ്ത പർച്ചേസിന് ക്രെഡിറ്റ് ചെയ്താൽ അവിടെ കറക്റ്റ് ആയി. സോ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്നാണ് അവിടെ റെക്ടിഫിക്കേഷൻ എൻട്രി വരാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിച്ച് എഴുതിയാൽ മതി, എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മനസ്സിലായി, സ്കൂളിൽ ടീച്ചർ എടുത്തതിനേക്കാളും മനസ്സിലായി എന്നുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക്